ആ സമയത്തും കുറെ ആളുകൾ എങ്ങനെ സർക്കാർ തന്നെ കുറെ ആളുകൾ ആസാമും ബംഗാളും യുപിയും അവരെ എങ്ങനെ ട്രെയിൻ വഴി എങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നോക്കിയാൽ എല്ലാവരും ആധാർ കാർഡ് നോക്കിയിട്ടാണ് വിറ്റുന്നത്. ആ സമയത്തും ഒരാൾ പോലെ തന്നെ ബംഗ്ലാദേശിൽ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ വിഷയം അവിടുത്തെ ലോ ആൻഡ് ഓർഡറെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. കാര്യം ഈ സ്ത്രീകളൊക്കെ പറയുന്നു അവർക്ക് ഞായറാഴ്ചയൊക്കെ പോകാൻ പേടിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. കാര്യം പെരുമ്പാവൂർ എന്ന് പറയുന്നത് കേരളത്തിൽ പെരുമ്പാവൂരിൽ മാത്രമല്ലല്ലോ അതിൽ തൊഴിലാളി താമസിക്കും. പെരുമ്പാവൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേബർ ഹബ്ബാണ് പെരുമ്പാവൂർ. പിന്നെ ഞായറാഴ്ച അവധി ആയതുകൊണ്ട് ഇവരെ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞായറാഴ്ച മാത്രം പുറത്തേക്ക് വരൂ. ബാക്കി ദിവസം ബാക്കി 6 ദിവസം സാമാന്യമായ ഒരു രീതിയിലേക്ക് പോവാണ്. ഈ ഒരു മാസത്തിന് മുമ്പ് ഈ അന്യ സംസ്ഥാന സ്ത്രീകളും ആ പെരുമ്പാവൂരുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു മാസത്തിന് ഇപ്പുറമായിട്ട് കുറെ ഇടപെടലുകൾ പോലീസിന്റെയും നാട്ടുകാരെ വേറെ അതിക്രമം ചെയ്യല്ല, ഒരു അവിടെ നോക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ സ്ത്രീകളില്ലാതായപ്പോ നമ്മുടെ നാട്ടിലെ പിള്ളേര് പഠിക്കാൻ പറഞ്ഞ പിള്ളേരെ കയ്യെ കയറി പിടിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. അങ്ങനെ കാണുമ്പോ പ്രതികരിക്കണോ വേണ്ടയോ? ഈ രണ്ടുപേര് പറയുന്ന അനുസരിച്ച് ഈ പ്രതികരിക്കേണ്ടെന്നാണ് പറയണേ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഈ സർക്കാരുകൾക്കോ സംവിധാനങ്ങൾക്കോ ബലമില്ലെന്ന് പറഞ്ഞിട്ട് വ്യക്തികൾ ഒരുമിച്ച് കൂടി സംഘം ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നത് നീചമായ ഒരു പ്രവൃത്തിയാണ്. അത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് നിങ്ങൾ നിൽക്കുക. ഒരു അടുത്ത കാര്യം പറയാം. അടുത്ത കാര്യം പറയാം. ഇത് അവസാനം ഇവിടെ സംസാരിച്ച ഒരാൾ പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു അതിനോട്. അവരെ ഒരു ഫീൽഡിൽ പണിയെടുക്കുന്ന ഒരാളാണ്, അവർക്ക് എന്റെ ബുദ്ധിമുട്ടറിയാം. ഇത് ഇവിടെ തൊഴിൽ ചെയ്യാനായിട്ട് ആളുകൾ വരുമ്പോൾ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ആളുകളെ കൊണ്ടുവരാവുള്ളൂ. അതിനെന്താണ് പ്രശ്നം? അല്ല സാറേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ എന്റെ മോളെ കൊണ്ട് റോട്ടിൽ കൂടി നടന്നു പോകുമ്പോ കഞ്ചാവോ എന്തടിച്ചിട്ടാണെങ്കിലും ബോധം ഇല്ലാണ്ടോ ബോധം ഉണ്ടായിട്ടോ ഒരു ബായി അല്ലെങ്കിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി എന്റെ മോളെ എന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ അവിടെ നോക്കി നിന്ന് മോളെ സമാധാനമായിട്ട് നിൽക്കി, ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസ് വന്ന് അയാളെ കൈകാര്യം ചെയ്യുന്നതാണോ? ചിലപ്പോ ഞാൻ കൈകാര്യം ചെയ്യുന്നു വരും. ഞാൻ അതിനെപ്പറ്റി അല്ല മകളെ ഒരാൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നോക്കി നിൽക്കണമെന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധി ആരെങ്കിലും പറയുമോ? അത് സമ്മതിക്കൂല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.